ജാർഖണ്ഡിൽ എന്ത് സംഭവിക്കുന്നു ബിനീഷ്? ജാർഖണ്ഡിൽ നിലവിലുള്ള നിയമസഭ അതേപോലെ സാഹചര്യമാണ്. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ നിയമസഭയിലും ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് 27 സീറ്റാണ്. 2 സഖ്യകക്ഷികൾക്ക് സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 29 സീറ്റ് മാത്രമായി ഉണ്ടായിരുന്നത്. ആ 29 സീറ്റ് ഇപ്പോൾ ബി ജെ പി സഖ്യത്തിന് നിലനിർത്താൻ കഴിയുന്നുവെന്നല്ലാതെ JMMന്റെ കോട്ടകളിലേക്ക് കയറാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ജാർഖണ്ഡിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ജാർഖണ്ഡിൽ ഒരു ഭരണ തുടർച്ചയുണ്ടാകുന്നു. JMM കോൺഗ്രസ് സഖ്യം വീണ്ടും അധികാരത്തിൽ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നു. കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വരുന്നു. നമുക്കറിയാം, വലിയ രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായ മണ്ണാണ് ജാർഖണ്ഡ്. ആദിവാസി സമൂഹത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഷിബു സോറന്റെ മകനായ ഹേമന്ത് സോറനൊപ്പം തന്നെയാണ് ജാർഖണ്ഡ് എന്ന് ഒരിക്കൽ കൂടി വിലയിരുത്തുന്നു. മാത്രമല്ല, അഴിമതി കേസിൽ ജയിലിൽ പോകേണ്ടി വരികയും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്ന ഹേമന്ത് സോറന് മടങ്ങി വരുമ്പോൾ ആ ജനം അതേ രീതിയിൽ സ്വീകരിക്കുന്നു, അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന് തെറ്റുകൾ പറ്റിയില്ല എന്നും ബി ജെ പിക്ക് തെറ്റുപറ്റിയെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജാർഖണ്ഡിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഹേമന്ത് സോറനെതിരെ എടുത്ത എല്ലാ നടപടികളും, കേന്ദ്രം എടുത്ത EDയും IG അടക്കമുള്ള വകുപ്പുകളെടുത്ത എല്ലാ നടപടികളും തങ്ങൾ തള്ളിക്കളയുന്നുവെന്ന് ജാർഖണ്ഡ് ജനത പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എപ്രകാരമാണോ JMMനെയും ഹേമന്ത് സോറനെയും ജാർഖണ്ഡ് ജനത ചേർത്ത് നിർത്തിയത്, അതേ രീതിയിൽ തന്നെ ഇപ്പോഴും ചേർത്ത് നിർത്തുന്നു. BJPക്ക് അങ്ങോട്ടേക്ക് കയറുവാൻ കഴിഞ്ഞില്ല. ആദിവാസി മേഖലയിലൊക്കെ വലിയ മാറ്റമുണ്ടാക്കി, വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി, കടന്നുകയറി ആദിവാസി വോട്ടുകൾ കൂടുതൽ നേടി അധികാരം പിടിച്ചെടുക്കാമെന്നുള്ള BJPയുടെ ഒരു ശ്രമവും സ്വപ്നവുമാണ് ജാർഖണ്ഡിൽ ഇല്ലാതാവുന്നത്. എന്തായാലും ജാർഖണ്ഡ് അതേപോലെ ഭരണ തുടർച്ചയിലേക്ക് വരുന്നു. അത് പതിവില്ലാത്ത ഒരു കാഴ്ചയാണ്.